ജില്ലയിൽ മുണ്ടിനീര് പടരുകയാണ്. മംസ് കേസസ് കൂടി സ്കൂളുകളിൽ ചില ക്ലാസ്സുകളൊക്കെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. കുഞ്ഞുങ്ങളിൽ മുണ്ടിനീര് കൂടുമ്പോൾ നമ്മൾ എന്ത് വാക്സിനാണ് നൽകേണ്ടത്? MMR വാക്സിൻ കുട്ടികൾക്ക് ഉറപ്പായും നൽകേണ്ടത് വളരെ ആവശ്യമാണ്. MMR വാക്സിൻ എടുക്കേണ്ട സമയം ഏതാണ്? 9 months പൂർത്തിയായ ശേഷം, അതുപോലെ 15 months പൂർത്തിയായ ശേഷം, പിന്നെ 4 to 6 years, അങ്ങനെ 3 പീരീഡാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. ഇനി കുഞ്ഞുങ്ങൾക്ക് 9 മാസം പൂർത്തിയായ ശേഷം നമുക്ക് MMR വാക്സിൻ നൽകാമോ? പല അമ്മമാരും ചോദിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 9 മാസത്തിൽ MMR നൽകുന്നത് നല്ലത് തന്നെയാണ്. കാരണം 9 മാസത്തിൽ നേരത്തെ എടുക്കുന്നതുകൊണ്ട് നേരത്തെ ഇമ്മ്യൂണിറ്റി കുട്ടികൾക്ക് കിട്ടുന്നതാണ്. 9 മാസത്തിൽ MR എടുത്താൽ കുഞ്ഞിന് വീണ്ടും MMR വാക്സിൻ 15 മാസത്തിൽ നൽകാമോ? തീർച്ചയായും നൽകാം. MR എടുത്തവർക്കും MMR വാക്സിൻ നൽകാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് MR2 വാക്സിൻ നൽകുന്നത് MMR വാക്സിന് പകരമാകുമോ? ഒരിക്കലുമല്ല. 15-ാം മാസത്തിൽ MMR തന്നെയാണ് നൽകേണ്ടത്. MR2 വാക്സിൻ നൽകുന്നത് ഒരിക്കലും MMRന് പകരമാകില്ല. MR2 എന്ന് പറയുന്നതിനകത്ത് മംസിന്റെ വാക്സിൻ, അല്ലെ, ആ വാക്സിനെതിരായിട്ട്, ആ അസുഖത്തിനെതിരായ വാക്സിൻ ഇല്ല. മംസ് വന്ന വീണ്ടും MMR എടുക്കേണ്ട കാര്യമുണ്ടോ? മംസിനെതിരായ സുരക്ഷ അസുഖം വന്ന ശേഷം കുട്ടിക്ക് കിട്ടും. പക്ഷെ മീസിൽസിനെതിരായിട്ടും റുബലയ്ക്കെതിരായിട്ടുള്ള സുരക്ഷ കിട്ടണമെങ്കിൽ MMR തന്നെ വീണ്ടും എടുക്കേണ്ടതാണ്. കുഞ്ഞിന് 3 ഡോസ് എടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷ. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഷെഡ്യൂൾ ആണ് ഈ പറഞ്ഞത്. 9 months, 15 months and 4 to 6 years.